നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. UDF സ്ഥാനാർത്ഥി K മുരളീധരനു വേണ്ടി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഒല്ലൂരിൽ പ്രചാരണത്തിനിറങ്ങി. പുതുക്കാട് 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾക്ക് കാലിന് പരിക്കേറ്റു. വിഷു അടുത്തിട്ടും പടവലത്തിന് വിലയില്ല. തൃക്കൂർ ആലേങ്ങാട് കെട്ടിക്കിടക്കുന്നത് 2 ടൺ പടവലം. NDA മുപ്ലിയം മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നന്ദിപുരത്ത് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടു മഹോത്സവം ആഘോഷിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവായി, യാത്രക്കാർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരനു വേണ്ടി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രചരണത്തിനിറങ്ങി. ഒല്ലൂരിൽ നടന്ന പരിപാടിയിലായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി പങ്കെടുത്തത്. മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വരെ ED വേട്ടയാടുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തൊടുന്നില്ല എന്ന് DK ശിവകുമാർ വിമർശനമുന്നയിച്ചു. കർണാടകത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് JDS. കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പവും. ഇടതു സർക്കാരാണോ അതോ NDA സർക്കാരാണോ കേരളത്തിൽ ഭരണം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. You have given 19 seats. I asked Rahul Gandhi ji. You have selected Rahul Gandhi and sent to center. He could not win due to various political reasons in Amethi. But you have given a life who has been suffering, who has been fighting for the sake of this country. He is giving a sleepless life to the BJP. All you know about it. കഴിഞ്ഞ തവണ 19 സീറ്റിൽ UDFനെ വിജയിപ്പിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറായി. ഇതിനിടെ DK ശിവകുമാറിന്റെ പരിപാടിയോടനുബന്ധിച്ച് കെട്ടിയ കൊടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചത് തർക്കങ്ങൾക്കിടയാക്കി. നിരീക്ഷകർ അഴിച്ചുമാറ്റിയ കൊടിതോരണങ്ങൾ വീണ്ടും പ്രവർത്തകർ പുനഃസ്ഥാപിക്കുകയായിരുന്നു. പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് നീക്കം ചെയ്യാനുള്ള നടപടി ഉപേക്ഷിച്ചു. NDA മുപ്ലിയം മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നന്ദിപുരത്ത് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. മുപ്ലിയം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സവിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം A ഉണ്ണികൃഷ്ണൻ, സുനിൽ ദാസ് അരങ്ങത്ത്, ഷിനോജ്, KR സലീൽ, രാജീവ്, പഞ്ചായത്ത് അംഗങ്ങളായ VB അരുൺ, ശ്രുതി രാഗേഷ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഒരു ഓമിനി വാൻ, ഒരു ടെമ്പോ ട്രാവലർ, ഒരു പിക്കപ്പ് വാൻ എന്നീ വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപമാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച വൈകുന്നേരം 4-നായിരുന്നു സംഭവം. മുൻപിൽ സഞ്ചരിച്ചിരുന്ന ടോറസ് ലോറി മുന്നറിയിപ്പ് നൽകാതെ വരി തെറ്റിച്ചതാണ് അപകട കാരണമായത്. അപകടത്തിൽപ്പെട്ട 3 വാഹനങ്ങളും ടോറസ് ലോറിക്ക് തൊട്ടുപിറകിലായി വരികയായിരുന്നു. അപകടത്തിനിടയാക്കിയ ടോറസ് ലോറി നിർത്താതെ പോയതായി യാത്രക്കാർ പറഞ്ഞു. ഒമിനി വാനിൽ സഞ്ചരിച്ചയാളുടെ കാലിന് പരിക്കേറ്റു. വാഹനത്തിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. മറ്റു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. വിഷു അടുത്തിട്ടും പടവലത്തിന് വിലയില്ല. തൃക്കൂർ ആലേങ്ങാട് കെട്ടിക്കിടക്കുന്നത് 2 ടൺ പടവലം. ആദായ വിൽപ്പനയ്ക്കൊരുങ്ങി കർഷകർ. ആലേങ്ങാട് എലവുങ്ങച്ചാഴിൽ സതീശന്റെ 2 ഏക്കർ കൃഷിയിടത്തിലാണ് കടുത്ത വേനലിലും 2 ടൺ പടവലം വിളവെടുത്തത്. പക്ഷേ വിഷു അടുത്തിട്ടും പടവലത്തിന് വിലയില്ലെന്നും പടവലത്തിന് അധികം ആവശ്യക്കാരില്ലാത്തതാണ് കൃഷിക്ക് തിരിച്ചടിയായതെന്ന് കർഷകൻ പറയുന്നു. വലിയൊരു പ്രതീക്ഷയോടുകൂടി വേനൽക്കാല കൃഷി ചെയ്തതാണ്. ഈ 4 ഡിഗ്രി ചൂടിൽ കൃഷി ചെയ്ത് വെള്ളമില്ലാത്തടത്ത് അത്രത്തോളം ബുദ്ധിമുട്ടി വെള്ളമൊക്കെ കണ്ടെത്തി ഇത് കൃഷി ചെയ്തിട്ട് ഇപ്പോൾ പടവലങ്ങ ടെണ്ണ് കണക്കിന് പടവലങ്ങ കിടക്കുകയാണ്. വാങ്ങാനാണെങ്കിൽ ആളില്ല. അതാണെങ്കിൽ 7 രൂപ ആണെങ്കിൽ വിലയുള്ളൂ. അതാണ് പൊട്ടിച്ച് പന്തലിൽ കിടക്കുകയാണ്. ഇന്നലെ പൊട്ടിച്ച കായ പന്തലിൽ കിടക്കുകയാണ്. വാങ്ങാൻ ആരുമില്ല.
വല്ലാത്തൊരവസ്ഥയാണ്. ഈ വിഷുവായി ഈ സീസണാണ്. ലക്ഷങ്ങൾ മുടക്കി ചെയ്ത കൃഷികൾക്ക് ഇപ്പോൾ മുടക്കിയതിൻ്റെ പകുതി പോലും കിട്ടാൻ മാർഗ്ഗമില്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. 2-3 പണിക്കാർ ഡെയിലി നിന്ന് പണിതിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. വേനൽക്കാലത്ത് ജലലഭ്യത കുറവായിരുന്നിട്ടും കൂടെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് സതീശൻ കൃഷി ഇറക്കിയത്. നല്ല രീതിയിലുള്ള വിളവെടുപ്പ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ വിൽപ്പന കുറവ് മൂലം വലിയ ബുദ്ധിമുട്ടിലാണ് സതീശനും കുടുംബവും. മറ്റൊരു വഴികളും ഇല്ലാത്തതുകൊണ്ട് 50 കിലോ വരുന്ന ഒരു ചാക്ക് പടവലം 500 രൂപയ്ക്ക് വിൽക്കാൻ ഒരുങ്ങുകയാണ് സതീശൻ. കലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടു മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവ നടന്നു. മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് വർണ്ണാഭമായ കാവടിയാട്ടം നടന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, നാദസ്വരം, ക്ഷേത്രനടയ്ക്കൽ, തായമ്പക എന്നിവയും ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ശിവൻ അന്തിക്കാട്, സെക്രട്ടറി പൃഥ്വിരാജ് പുന്നക്കത്തറ, ട്രഷറർ രവീന്ദ്രൻ മുല്ലക്കര എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 21-നാണ് പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും നടക്കുന്നത്. ആരോഗ്യരംഗത്ത് പുത്തൻ ചുവടുവയ്പുമായി എലോറ മെഡിക്കൽ സെന്റർ ചെങ്ങാലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച ആരോഗ്യ സേവനങ്ങളുമായാണ് എലോറ മെഡിക്കൽ സെന്റർ ശാന്തിനഗർ പെട്രോൾ പമ്പിന് എതിർവശം ആരംഭിച്ചിരിക്കുന്നത്. കെ രാമചന്ദ്രൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 3 ദിവസം ഡോക്ടറുടെ സേവനം സൗജന്യമാണ്. കൂടാതെ ഉദ്ഘാടന ദിവസം സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. കാഷ്വാലിറ്റി ക്ലിനിക്, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, ഹൈടെക് ലാബ്, ഫാർമസി, ഒബ്സർവേഷൻ, ECG, മുറിവ് സ്റ്റിച്ചിംഗ്, നെബുലൈസേഷൻ, ഓക്സിജൻ ഫെസിലിറ്റി തുടങ്ങിയ സേവനങ്ങൾ എലോറയിൽ നിന്ന് ലഭ്യമാണ്. കിടപ്പ് രോഗികളെ ഡോക്ടർ വീടുകളിൽ എത്തി പരിശോധിക്കുന്നു. രാവിലെ 8 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തന സമയം. ലാബ് രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കുന്നു. മികച്ച ഒരു ടീമായി ഇവിടെ ഡോക്ടർമാരും മറ്റെല്ലാവരും നമ്മളൊരു കുടുംബം പോലെ നിന്ന് എല്ലാവരെയും പരിചരിക്കാനും അവരെ പരിഗണിക്കാനും കഴിയാവുന്ന ഒരു നല്ല ഒരു ക്ലിനിക്കായി, ഒരു മെഡിക്കൽ സെന്ററായി ഈ എലോറ മെഡിക്കൽ സെന്റർ മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ചെങ്ങാലൂരിൽ നമുക്കൊരു ഗ്രാമപ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എലോറ എന്ന് പറയുന്ന ഈ മെഡിക്കൽ ക്ലിനിക് ഇന്നിവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത്. നമുക്ക് വേറെ സ്ഥലങ്ങളിൽ 2 സ്ഥാപനം കൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാവരും സ്നേഹത്തോടും സഹകരണത്തോടും കൂടിയിട്ടാണ് നമ്മളത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ ബന്ധപ്പെട്ട ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാർ, പൊതുകാര്യ പ്രവർത്തകരെ എല്ലാവരും കണ്ടിരുന്നു. അതിനുശേഷം നമ്മളിത് തുടങ്ങി. ചെറിയ രീതിയിലാണ് പരിപാടിയെങ്കിലും നല്ല സർവീസ് കൊടുക്കാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നു. ഈ നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിനിക്ക് സാധാരണക്കാരന് എപ്പോഴെങ്കിലും ഓടിയെത്താൻ പറ്റുന്ന അകലത്തിലാവുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനമാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. മികച്ച ആരോഗ്യ സേവനം ഉറപ്പു നൽകുന്ന സ്ഥാപനം എലോറ മെഡിക്കൽ സെന്റർ, ശാന്തിനഗർ പെട്രോൾ പമ്പിന് എതിർവശം, ചെങ്ങാലൂർ. ഫോൺ 9074305407. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ മാലിന്യം തള്ളുന്നത് യാത്രക്കാർക്ക് ദുരിതമായി. പത്തരക്കുണ്ട് ഭാഗത്താണ് പതിവായി മാലിന്യം വലിച്ചെറിയുന്നത്. ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടങ്ങളും അജൈവ മാലിന്യങ്ങളുമാണ് രാത്രിയിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നത്. റോഡരികിലെ താഴ്ന്ന ഭാഗത്തെ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യം ചീഞ്ഞഴുകി ദുർഗന്ധം പരത്തുന്നതിനാൽ മൂക്കുപൊത്തിയാണ് ഇതുവഴി യാത്രക്കാർ കടന്നുപോകുന്നത്. ഈ വർഷത്തെ കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഒരു കൂട്ടം കലാകാരന്മാർ ഒരുക്കിയ ഭക്തിഗാന വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. യൂട്യൂബിൽ റിലീസ് ചെയ്ത തമ്പുരാട്ടി അമ്മേ കാളി
ഭക്തിഗാന വീഡിയോ ആൽബത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഭരണിക്ക് ഒരു ഗ്രാമത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ അമ്മയുടെ അരികിലേക്കുള്ള കോമരങ്ങളുടെ യാത്രയാണ് തമ്പുരാട്ടി അമ്മേ കാളി എന്ന വീഡിയോ ഗാനത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അധ്യാപകനും എഴുത്തുകാരനുമായ പ്രവീൺ എം കുമാറാണ് സംവിധായകൻ. കരിങ്കാളി എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ഒരുക്കിയ ഷൈജു അവറാൻ്റെ ഈണത്തിനനുസരിച്ച് വരികൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ താര ജയശങ്കറാണ്. മറ്റത്തൂർ വാസുപുരം മഹാവിഷ്ണു ശിവക്ഷേത്രത്തിലും കനകമല വട്ടേക്കാട് ഗോശാല പരിസരങ്ങളുമായാണ് ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രധാന കോമരങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് ഗായകൻ അജി ഡെൻഡോസും കരിങ്കാളിയിലെ നായകൻ ശ്രീകുമാർ നന്ദിക്കരയുമാണ്. സിബി ഉണ്ണിയാണ് ഛായാഗ്രഹണം. രാകേഷ് ചാലക്കുടി നൃത്തച്ചുവടുകൾ ചിട്ടപ്പെടുത്തി. പ്രതീഷ് വാസുപുരം, ഗോപി നിശാശ്ശേരി എന്നിവർ സംവിധാന സഹായികളായി പ്രവർത്തിച്ചിരിക്കുന്നു. ആദിപരശക്തി ലോകാംബികേ മംഗളദായിനി തുണയേകണി ദീനദയാനിതേ കാത്യായനി കാത്തരുളേണമേ ഈ ഞങ്ങളെ. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല പൊങ്കാല കുടുംബ ദേവതാ സംഗമം ബുധനാഴ്ച നടക്കും. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് 4:30 മുതൽ ധർമ്മദേവതമാർക്ക് അയ്യപ്പ ക്ഷേത്രനടയിൽ സ്വീകരണവും സ്ഥാനം നൽകി ഇരുത്തലും, തുടർന്ന് പൊങ്കാല അടുപ്പിൽ തീപകരും. ആചാര്യൻ TS വിജയൻ കാരുമാത്തരുടെ അനുഗ്രഹ പ്രഭാഷണം, വരാക്കര ഭഗവതിയുടെ എഴുന്നള്ളത്ത്, കുടുംബദേവതമാർക്ക് പൂജയും ആരതിയും, ശേഷം ദേവിയുടെ തിരിച്ചെഴുന്നള്ളത്ത്, പൊങ്കാല സമർപ്പണം, അത്താഴപൂജ, ശേഷം പ്രസാദക്കഞ്ഞി വിതരണം എന്നിവയാണ് പരിപാടികൾ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 8943242563, അടുത്ത നമ്പർ 8714439501. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഉയരത്തിൽ. പവന് 240 രൂപ വർദ്ധിച്ച് 52,520 രൂപയും ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 6,565 രൂപയുമായി. അമേരിക്കൻ വിപണി ശനിയാഴ്ച ക്ലോസ് ചെയ്ത് $2,303 വരെ കുറഞ്ഞിരുന്നു. റഷ്യൻ ന്യൂക്ലിയർ ടാങ്കിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് സ്വർണ്ണവില അന്താരാഷ്ട്ര തലത്തിൽ $2,353 വരെ എത്തി. അതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് വർധനവ് ഉണ്ടായിട്ടുള്ളത്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ ആമ്പല്ലൂർ മുതൽ വരാക്കര വരെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,565 രൂപ, പവന് 52,520 രൂപ. വെണ്ടൂർ മഞ്ഞളി ലോനപ്പൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മോളി, യോവന്ന, തോംസൺ, ജോസഫ്, റിസൺ, ആൻഫോ എന്നിവർ മക്കളും, ജോണി, ജോസഫ്, ഹണി, മോളി, പ്രീജ, ജോൺ എന്നിവർ മരുമക്കളുമാണ്. കരുവാപ്പടി തെക്കേക്കര പുത്തൻ വീട്ടിൽ ശാന്ത അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ദാസപ്പനാണ് ഭർത്താവ്. സിന്ധു, സന്ധ്യ എന്നിവർ മക്കളും, സുരേഷ് കുമാർ, രാമചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് തെക്കിനിയത്ത് കോച്ചക്കാടൻ മേരി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ലോനപ്പനാണ് ഭർത്താവ്. അൽഫോൻസ, ആന്റണി, സിസ്റ്റർ മരിയ വിയോള എന്നിവർ മക്കളും, ആഗസ്തി, സിൽജ എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം മാഞ്ഞൂർ മാഞ്ഞൂക്കാട്ടിൽ സുഭദ്ര അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ സുബ്രഹ്മണ്യനാണ് ഭർത്താവ്. ബീന, സാബു, ഷീല, ബൈജു എന്നിവർ മക്കളും, കൃഷ്ണദാസ്, പ്രീതി, രാജൻ, ലീന എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം പുളിഞ്ചോട് ചെറുവത്തൂർ കല്ലൂക്കാരൻ ഔസേപ്പ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിജയാണ് ഭാര്യ. നിനു, നിമ്മി, നിവിയ എന്നിവർ മക്കളും, അജീഷ്, ജിമ്മി എന്നിവർ മരുമക്കളുമാണ്. പാഴായി മരോട്ടിക്കൽ തറയ്ക്കൽ വറീദ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസാണ് ഭാര്യ. ഉഷ, ഗ്ലീന, ഗ്ലിജോ, പരേതരായ ജോഷി, ഗ്ലിറ്റി എന്നിവർ മക്കളും, ജോൺസൺ, ഫ്രാൻസിസ്, ജെൻസി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് കിഴക്കൂട്ട് പരേതനായ വേലായുധൻ ഭാര്യ അമ്മിണി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
ശിവരാമൻ, രാമചന്ദ്രൻ, ഭരതൻ എന്നിവർ മക്കളും സരിത, ധന്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരനു വേണ്ടി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഒല്ലൂരിൽ പ്രചാരണത്തിനിറങ്ങി. പുതുക്കാട് 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾക്ക് കാലിന് പരിക്കേറ്റു. വിഷു അടുത്തിട്ടും പടവലത്തിന് വിലയില്ല. തൃക്കൂർ ആലയങ്ങാട് കെട്ടിക്കിടക്കുന്നത് 2 ടൺ പടവലം. NDA മുപ്ലിയം മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നന്ദിപുരത്ത് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടു മഹോത്സവം ആഘോഷിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവായി, യാത്രക്കാർ ദുരിതത്തിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.